എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കണ്ടന്റ് നമ്മുടെ സാമ്പത്തിക വിരുദ്ധ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. സാമ്പത്തിക വിരുദ്ധമാരാനുള്ള നമ്മളെ കറുവാപ്പാട്ട് വെച്ചുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് കുറേ പേര് ചെയ്ത് എനിക്ക് അതിൻ്റെ മെസ്സേജുകൾ കിട്ടിയായിരുന്നു. അപ്പം അതിന് ചിലർ നല്ല ഇത് പറയുന്നുണ്ട്, ചിലർക്ക് അതായില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇവിടെ ഇറക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് 100% വിജയകരമായിരിക്കും. അപ്പം ഇന്ന് ഞാൻ അതിന് മുമ്പായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ള എൻ്റെ വീഡിയോയുടെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ എഫ്രാൻ എന്ന് പറയുമ്പോൾ ആ ചാനൽ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെ അടിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിൽ പരാതി പറഞ്ഞു. എൻ്റെ പേര് ഞാൻ ABJ ചാനൽ എന്നാണ്. ABJ ചാനൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും വീണ്ടും വീണ്ടും സ്വാഗതം വീണ്ടും അർപ്പിക്കുകയാണ്. അപ്പം ഞാനിത് പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ അഞ്ചനക്കല്ലെന്ന് പറയും. വിഷയത്തിലേക്ക് വരാം. അഞ്ചനക്കല്ല്, ഈ അഞ്ചനക്കല്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിലർക്ക് സുറുമാക്കല്ലെന്ന് ഈ പറയുന്നവിടെ കണ്ണെഴുതുന്നത്, അതൊരു പ്രത്യേക ഒരു പാറിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സാധനമാണ് ഞാനിന്ന് പറയുന്നത്. വിദേശത്ത് ഒരു സാധനമാണ്. അപ്പം അതിൽ അഞ്ചനക്കല്ലെടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ എത്രയാണേലും എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ ഈ അഞ്ചനക്കല്ലെടുത്ത് നമ്മൾ ശുദ്ധീകരിച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ഇതുമാണ്. ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നുകൂടെ വീണ്ടും പറയുകയാണ്, ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ചാനലാണിത്. വിശ്വസിക്കാതെ ഇത് സ്കിപ്പ് ചെയ്ത് മാറുക. അതിന് പ്രത്യേകിച്ച് നമ്മുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ട. അതുകൊണ്ട് വിശ്വസിക്കുന്നവർ മാത്രം ഇത് വീണ്ടും വീണ്ടും കാണുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇത് ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മൾ അഞ്ചനക്കല്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്ത് കാണിക്കാൻ ആദ്യമേ തന്നെ, ഈ അഞ്ചനക്കല്ല് എന്ന് പറയുന്ന സാധനം എന്താ ചിലർക്ക് അറിയില്ല, എല്ലാവർക്കും അറിയാം, പക്ഷെ ചിലർക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഇതാണ് അഞ്ചനക്കല്ലെന്ന് പറയുന്ന സാധനം. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് അഞ്ചനക്കല്ല് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഷേപ്പിലൊന്നും അഞ്ചനക്കല്ല് കിട്ടുകയില്ല. നമുക്ക് പല രൂപത്തിലൊക്കെ ആയിട്ട് ഇത് അഞ്ചനക്കല്ല് കിട്ടുകയുള്ളൂ. അപ്പം ഇങ്ങനെ ആണ് ഈ അഞ്ചനക്കല്ല് എടുക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം, പല ഷേപ്പുള്ളത് കാണിക്കാം. അപ്പം ഇന്ന ഷേപ്പുകളൊന്നുമില്ല, ഇത് ചേർന്നുണ്ട്. അങ്ങനെ ഇത് പല ഷേപ്പിൽ നമുക്ക് ഓവലായിട്ടോ ഇതെങ്ങനെ ഷേപ്പ് കിട്ടുന്ന ഒരു ഇതുണ്ട്. ഇങ്ങനെയൊക്കെ കിട്ടിയാലും മതി, പക്ഷെ അത് നല്ല ഷേപ്പാക്കി എടുക്കുന്നില്ല. എങ്ങനെയാണ് ഷേപ്പ് ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം നമുക്ക് നല്ലപോലെ പേപ്പർ, എമരി പേപ്പർ അല്ലെങ്കിൽ വാട്ടർ പേപ്പർ, നല്ല കരി കൂടിയ വാട്ടർ പേപ്പർ, ആ പേപ്പർ നമ്മളിങ്ങനെ പിടിച്ചുരച്ചെടുത്ത് നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. തരി ഇച്ചിരി കൂടിയതും കുറഞ്ഞതും മേടിച്ചിട്ട് ഇത് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നൊരു കല്ലാണ്. ഇതുകൊണ്ട് ഇപ്പം എൻ്റെ ഇരിക്കുന്ന പല സൈസാണ് ഈ കല്ലിരിക്കുന്നത്. അപ്പോൾ ഈ കല്ലെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ അങ്ങാടിക്കടയിലാണ് ഈ കല്ല് കിട്ടുന്നത്. അതായത് നമ്മുടെ പച്ചമരുന്ന് കടയിൽ, അങ്ങാടിക്കടയിൽ ഈ കല്ല് കിട്ടും. ഈ കല്ല് നമ്മൾ വലിപ്പമുള്ള കല്ല് നോക്കി മേടിക്കുക. അപ്പം എങ്ങനെയാലും നമുക്കിപ്പോൾ എൻ്റെ കയ്യിലിപ്പം ഒരു 11 കല്ലിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ഒരു 11 കല്ലിരിപ്പുണ്ട്. അപ്പം ഈ 11 കല്ല് വെച്ചാണ് നമുക്ക് സാമ്പത്തികത്തിൻ്റെ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാര്യം. സാമ്പത്തികം തന്നെയല്ല, നമ്മുടെ വീട്ടിലൊരു പ്രത്യേക അഭിവൃദ്ധി, നമ്മൾ ചെയ്യുന്ന തൊഴിലുകൾക്കൊരു മാന്യത, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ അസാരസ പ്രയാസങ്ങൾ എല്ലാം മാറും. അതായത് ബുദ്ധിമുട്ടുകൾ, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പലർക്കും പല പ്രശ്നങ്ങളാണ്. അപ്പോൾ അതെല്ലാം മാറാനുള്ള പ്രത്യേകമായിട്ടൊരു കല്ലാണിത് കേട്ടോ. അപ്പം ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ പേപ്പർ, വലിയ കല്ല് വാങ്ങിക്കണം. വലിയ കല്ല് നോക്കി ഒരു 11 കല്ല്, ഏറ്റവും മുഴുത്ത കല്ല് കിട്ടുകയാണെങ്കിൽ അവിടെ ഉള്ളതിൽ ഏറ്റവും മുഴുത്ത കല്ല് നോക്കി ഒരു 11 കല്ല് വാങ്ങിക്കാം. 11 മേടിക്കാം, 3 മേടിക്കാം, 5 വാങ്ങിക്കാം. അപ്പം ഏറ്റവും അഭിവൃദ്ധി ഉള്ളത് 11 കല്ല്. നമുക്ക് എല്ലാത്തിനും കൂടെ മാറാനുള്ളത്, എല്ലാ ദോഷങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടി, പിന്നെ നെഗറ്റീവ്സ് ഒക്കെ മാറാൻ വേണ്ടിയൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ 11 കല്ല്. അതല്ല ഇനി സാമ്പത്തികത്തിൻ്റെ തന്നെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി 5 കല്ല് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. 5 കല്ലോ 3 കല്ലോ വാങ്ങിക്കുക. വീണ്ടും ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് 11 കല്ല് തന്നെയാണ്. അപ്പം അത് എടുത്തിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ പേപ്പറിനകത്ത് പിടിച്ച് ഇതുപോലെ രീതി ഷേപ്പാക്കി എടുക്കുക. അപ്പം എല്ലാ സമയം അതിലും നോക്കുന്നൊന്നുമില്ല. ഈ നല്ല മിനുസമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കല്ലിന് നല്ലൊരു മിനുസം വരണം നമുക്കിവിടെ. ഇത് പല ഷേപ്പിലായിട്ട് നമുക്ക് കല്ല് കിട്ടത്തുള്ളൂ, പിന്നെ റഫായിട്ട് കല്ല് കിട്ടത്തുള്ളൂ. അത് നല്ല സ്മൂത്താക്കി ഈ കല്ലെടുക്കുക കേട്ടോ. അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്, നല്ല സ്മൂത്താക്കി ഈ കല്ലെടുക്കണം. ഈ കല്ലെടുത്തെങ്കിൽ മാത്രമേ ഇതിന് പ്രയോജനം ഉണ്ടാവുള്ളൂ, ഇത് ആക്റ്റീവ് ആവുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ പറയുന്നത്, ഈ കല്ല് ഇങ്ങനെ തന്നെ ആക്കിയെടുത്തോളം കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ കല്ല് ഇതുപോലെ മിനിക്ക് 11 ആണെങ്കിലും 5 ആണെങ്കിലും എല്ലാം മിനിക്ക് നല്ല ഷേപ്പാക്കി കല്ലെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ പാല്, നല്ല ശുദ്ധമായ പശുവിൻ പാല്, അതാണ് ഏറ്റവും നല്ലത്. ശുദ്ധമായ പശുവിൻ പാല് തന്നെ വേണം. അതാണ് ഏറ്റവും നല്ലതിന് കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്.
അപ്പോൾ ചോദിക്കും ഈ പശുമ്പാലിന് എങ്ങനെയാണ് ശക്തി ഇതിനകത്ത് കിട്ടുന്നത്? പശുമ്പാലിന് ശക്തിയുണ്ട്. പശുമ്പാലിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ അതിനൊക്കെ ഒരു പവറുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതെടുത്ത് പശുമ്പാലിലിട്ട് 1 മണിക്കൂർ ഇട്ട് വയ്ക്കുക. പശുമ്പാലിനകത്ത് കഴുകിയെടുക്കുക. 1 മണിക്കൂർ ഇട്ടേച്ച് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എടുക്കുക. മഞ്ഞൾപ്പൊടി അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് 1 മണിക്കൂർ മുക്കിയിട്ട് വെക്കുക. മുക്കിയിട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട് നല്ല വീട്ടിൽ ശുദ്ധീകരിച്ച് ഒന്നെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ നല്ല പച്ചവെള്ളം ഇതിനകത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു മഞ്ഞത്തുണി, അത് കോട്ടൺ തുണിയോ സിൽക്ക് തുണിയോ എന്തും, ഏറ്റവും നല്ലത് കോട്ടൺ തുണിയാണ്, അത് ഇരുന്നിട്ട് കെട്ടിയിട്ട് ഈ 11 കൂടെ നല്ലപോലെ വൃത്തിയാക്കി നല്ല തുടച്ച് റോസ് വാട്ടർ കഴുകി തുടച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു കിഴി ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ കിഴിയായിട്ട് ഈ 11 കല്ലൂടിട്ട് കെട്ടിയിട്ട് ഇതുകൊണ്ട് നമ്മൾ അതിൻ്റെ തന്നെ കല്ലെടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ കെട്ടി എടുത്തു പോകണം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇതിനകത്ത് നമ്മളിത് ശുദ്ധീകരിച്ചെടുത്തിട്ട് നമ്മൾ നല്ല തുടച്ചെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നല്ലൊരു അത്തറം, കെമിക്കൽ ഇല്ലാത്ത അത്തറം, അല്ലെങ്കിൽ ഈ മല്ലിക അത്തറോ ജാസ്മീൻ അത്തറോ എന്ന് പറയും, ജാസ്മീൻ അത്തറോ അങ്ങനെ എന്തെങ്കിലും നല്ലൊരു അത്തറം നോക്കി കല്ലിലെല്ലാം നല്ല തൂത്ത് നല്ല നർമ്മണം ഉണ്ടാകുന്നത്. അതാണ് ഇതിന്റെ മെയിൻ. പിന്നെ ആ അത്തറം കൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞത്തുണിയില്ല, ഈ മഞ്ഞത്തുണിയിലേക്ക് അതുപോലെ തന്നെ ഇതെല്ലാം മൊത്തം അത്ര പരത്തുക. നല്ല സുഗന്ധങ്ങൾ അത്ര പരത്തിയിട്ട് വേണം ഇതുപോലെ കല്ല് വെക്കാനായിട്ട്. ഈ കല്ല് വെച്ചിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അത് ഒന്നെങ്കിൽ കോപ്പയായിരിക്കും, ഇതുപോലെ കോപ്പയായിരിക്കണം, അല്ലെങ്കിൽ ഗ്ലാസിന്റെ ബൗൾ കിട്ടുമല്ലോ ഇതുപോലെ. അങ്ങനത്തെ നല്ല ശുദ്ധിയായ ഒരു ഗ്ലാസ്, അതും നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് ഇതിനകത്ത് വെച്ച് ഈ കിഴി കെട്ടിയിട്ടുണ്ടല്ലോ, ഈ കിഴി കെട്ടിച്ച് പ്രത്യേകിച്ച് ഒരു 5 രൂപയുടെ നാണയോ അല്ലെങ്കിൽ 1 രൂപയുടെ ഒരു നാണയോ എന്തെങ്കിലും ഒരു നാണയം എടുത്ത് ആദ്യമേ ഇതിനകത്ത് വെക്കുക. ഇതിനകത്ത് വെച്ചിട്ട് ഇത് ഈ പറഞ്ഞതുപോലെ കെട്ടി ഇതിനകത്ത് നമ്മൾ ഈ ബൗളിനകത്ത് ഇറക്കി ഇങ്ങനെ ഈ നാണയത്തിൻ്റെ പുറത്ത് ഇതിങ്ങനെ കെട്ടി വയ്ക്കുക. ഇങ്ങനെ കെട്ടി വെച്ചേച്ച് നമ്മൾ നല്ലൊരു സാമ്പ്രാണി എടുത്ത് 6 പ്രാവശ്യം ക്ലോക്ക് വൈസിൽ ഇതിൽ ചുറ്റുക. നമ്മുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ വെച്ച് പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സാമ്പത്തികം ഉണ്ടാകണം, എൻ്റെ സാമ്പത്തികം എല്ലാം മാറി എല്ലാ ഐശ്വര്യം ഉണ്ടാകണം നമ്മൾ നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് 3 പ്രാവശ്യം 6 പ്രാവശ്യം ക്ലോക്ക് വൈസും 3 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും ചുറ്റി ഇത് മാറ്റി നമ്മുടെ ഒന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഫോട്ടോയുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെയോ, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ തിരിയോ വിളക്കോ കത്തിക്കുന്ന എവിടെയുള്ള അവിടെ വെക്കുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. അതൊന്നും സൗകര്യം ഇല്ലാത്തവർ നമ്മൾ ഇപ്പം നിങ്ങൾ 5 കല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ല 5 കല്ല അല്ലെങ്കിൽ 7 കല്ല ഉപയോഗിക്കുന്നവർ ഈ കല്ലമ്മ ഒറ്റപ്പെട്ടേ കല്ലെടുക്കാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ വെക്കുന്ന പെട്ടിയിൽ ഇറക്കി വെച്ചാലും മതി. അപ്പം ഇത് ചെയ്യേണ്ട ദിവസം കൂടെ ഞാൻ പറയാം. വ്യാഴാഴ്ചയാണ് ഇത് ചെയ്യേണ്ട ദിവസം. വ്യാഴാഴ്ച രാവിലെ ഒരു 10 മണിക്ക് മുമ്പായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതായത് 10 മണിക്ക് മുമ്പായിട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ ഇത് തലേ ദിവസമോ പിറ്റേ ദിവസമോ ഒക്കെ നമ്മൾ നനച്ച് നല്ല വടിവത്താക്കി വെച്ചിട്ട് നമ്മളിത് ഈ പറഞ്ഞ പോലെ പാലിലും മഞ്ഞൾ വെള്ളത്തിനകത്തൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി റോസ് വാട്ടറിലും കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ട് ഇത് തുണിയിൽ കെട്ടുന്ന കാര്യമാണ് നമുക്ക് ഈ വ്യാഴാഴ്ച ചെയ്യണമെന്ന് പറയുന്നത്. അത് വ്യക്തമായിട്ട് പറയുകയാണ്. അല്ലാതെ എല്ലാം വ്യാഴാഴ്ച തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ച് രാവിലെ നമ്മൾ കൈയും കാലും മുഖം എല്ലാം നല്ല വൃത്തിയാക്കി, അല്ലെങ്കിൽ കുളിക്കാൻ പറ്റുന്നത് കുളിക്കുക. കുളിച്ച് നല്ല ശുദ്ധവൃത്തിയോട് കൂടി തന്നെ വേണം ചെയ്യാനായിട്ട്. അതായത് ഈ കല്ലിൽ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു കല്ലാണ്. ഇതുകൊണ്ട് പണ്ട് കാലങ്ങളൊക്കെ കൺമഷി പോലെ നമ്മൾ ഈ കണ്ണിൽ എഴുതാനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് സുർമാക്കല്ലെന്ന് ഞാൻ പറയേണ്ട കാര്യം. അതിപ്പോഴും ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കല്ല് വെച്ച് നമ്മുടെ കണ്ണെഴുതുന്നതും ഒക്കെ ഉണ്ട്. അതുപോലെ നല്ലതാണ്. ഇത് പൊടി തൂളാക്കിയിട്ട് ഇതൊക്കെ അങ്ങനെ ഇല്ല. പിന്നെ നമ്മൾ ഈ ഇതിനകത്ത് വരുന്ന ഈ പൊടി ഉണ്ടല്ലോ, നമ്മൾ ഈ തൂക്കുന്ന പൊടി, നമ്മൾ ഈ പേപ്പറൊക്കെ വിടുന്ന പൊടി, അത് നിങ്ങൾ കളയരുത്. അത് നിങ്ങൾ കളയാതെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ണെഴുതാനോ നമുക്ക് തലയിൽ ഈ ഡൈ ചെയ്യുന്ന കൂടുതലായിട്ട് അതിൻ്റെ കൂടുതൽ ചേർക്കാനൊക്കെ നല്ലതാണ്. സൈഡ് എഫക്റ്റൊന്നും ഇല്ലാത്തൊരു സാധനം കേട്ടോ. അതും പ്രത്യേകിച്ച് പറയാം. അപ്പോൾ കളയേണ്ട കാര്യമില്ല. എടുത്ത് വെക്കാൻ പറ്റുന്നത് അതും എടുത്ത് വയ്ക്കുക. അങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇതങ്ങനെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെക്കുക. വെച്ച് കഴിയുമ്പോഴത്തേനും അവിടെ വന്നിട്ട് പണം പെട്ടെന്ന് ഇടിച്ചു കയറുമെന്ന് ഒന്നുമല്ല പറഞ്ഞത്. നമ്മൾ സമ്പാദിക്കുന്ന പൈസ നമുക്ക് മാറ്റി വെക്കാനും അത് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായിട്ട് പൈസ നമ്മുടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അല്ല ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പണം ഇങ്ങനെ കോടികൾ വരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ വില എടുത്താലേ നമുക്ക് പൈസ ഉണ്ടാകുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ പൈസ എടുക്കുന്ന പൈസ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. ഇപ്പം 2-3 കുട്ടികൾ വീട്ടിൽ പഠിക്കുന്നിടത്ത് അവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ പൈസ മുടക്കണം. അപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എവിടെ പൈസ ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് പൈസ കിട്ടണം. അത് മേടിച്ചാൽ തന്നെ വെള്ളം കൊടുക്കണമല്ലോ. അപ്പം കൊടുക്കാൻ നേരത്തെ കൃത്യസമയത്ത് ആ പൈസ കിട്ടാനൊക്കെ ഉള്ള അനുഗ്രഹം എന്നാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ്. അല്ലാതെ പണം ഒഴുകി വരുമെന്നോ അല്ലെങ്കിൽ നാളെ നിങ്ങൾ ലോട്ടറി എടുക്കുക അതിനകത്ത് ബസ് പ്രൈസ് അടിക്കുന്നു എന്നും ഞാൻ പറയുന്നില്ല. നമുക്കിത് ഭാഗ്യം ഉണ്ടാവും, അതോടൊപ്പം
ആ ഭാഗ്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് എങ്ങനെയാലും നമുക്ക് പണം വരും. നമ്മുടെ ജോലിയൊന്നും കളഞ്ഞു വെച്ച് വീട്ടിലിരിക്കാനല്ല പറഞ്ഞു കേട്ടോ, അത് പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പൊ ഇത് ചെയ്യുക, ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം ചെയ്യുക. അപ്പൊ എന്നിട്ട് മാസത്തിൽ ഒരു വ്യാഴാഴ്ച എടുത്ത് ഇത് വീണ്ടും ശുദ്ധീകരിക്കുക. അപ്പൊ വീണ്ടും പാലിലൊന്നും കാര്യമില്ല, വീണ്ടും നമുക്ക് നല്ല ശുദ്ധമായ റോസ് വാട്ടർ എടുത്ത് കഴുകിയിട്ട് ആ തുണി തന്നെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കുക. അത് തന്നെ മതി, ആ തുണി തന്നെ മതി. ഇനി ആ തുണിയുടെ കളറെല്ലാം പോകുന്നുണ്ടെങ്കിൽ ശകലം മഞ്ഞൾ വെള്ളം കലക്കിയിട്ട് ആ തുണി വേണമെന്ന് മുക്കിയെടുത്താൽ നല്ല മഞ്ഞൾ നിറം തന്നെ ആ തുണിക്ക് കിട്ടും. ഇനി മാറ്റാൻ പറ്റുന്നവരോട് മാറ്റിയെടുത്ത് വെക്കുന്ന കുഴപ്പമില്ല, ചെറിയ പീസിലെ ടവലും ഇതിന്റെ വരുന്നുള്ളൂ, അത് തന്നെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലാത്തവർ വേണമെങ്കിൽ ആ തുണി തന്നെ കഴുകിയെടുത്ത് വീണ്ടും വൃത്തിയാക്കി അതിനകത്ത് വീണ്ടും എടുക്കുമ്പോൾ അതിനെ ചാർജ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ തന്നെ സാമ്പ്രാണി കുത്തിക്കും എല്ലാം വെച്ച് ചെയ്യുക. അപ്പൊ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു മാസം ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു മാസം കഴിഞ്ഞുള്ളത് വെച്ച് ഒന്നും കിട്ടിയില്ല, അത് അവർ കളിപ്പിലാണ്, അങ്ങനെ പറയല്ല. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മാസം ചിലപ്പോൾ ആക്റ്റീവ് ആവാറില്ല, ചിലപ്പോൾ രണ്ടാമത്തെ മാസം ഇത് ആക്റ്റീവ് ആവുന്നു, അത് ഞാൻ പറയാം. അപ്പൊ എങ്ങനെയാണ് ഇത് ആക്റ്റീവായി കിട്ടും, നിങ്ങൾ വെച്ച് നോക്ക്. ഈ വെച്ച് നോക്കുന്നതിന് നിങ്ങളുടെ ആവശ്യത്തിന് പണം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം. ഇത് വിശ്വസിക്കുന്നതിന് മാത്രം ചെയ്യാം. ഇത് ചെയ്യുന്നവരും നല്ല പരിപൂർണമായ വിശ്വാസത്തോടെ മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലാത്തവരാരും ചെയ്യില്ല. ഇതിനകത്ത് മന്ത്രവാദങ്ങളോ ഗൂഢോത്രങ്ങളോ മറ്റൊന്നുമില്ല, മനസ്സിലായോ? ഒരു പരിപാടിയിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഇത് ചെയ്യുക. അതിനകത്ത് ഈ കല്ലെന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു വശ്യതയുണ്ട് ഈ കല്ലിന്, അങ്ങനെ പ്രത്യേകമായ ഒരു വശ്യത ഈ കല്ലിനുണ്ട്. ആ കല്ലിന് ആ ഒരു ആകർഷണമാണ്. അത് എന്ത് ആകർഷണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാമെന്ന് അറിയില്ല, അത്രയൊന്നും വലിയൊരു ജ്ഞാനിയോ ഒന്നും അല്ല ഞാൻ. എൻ്റെ ഒരു അറിവിനെ കുറിച്ചും ഞാൻ ഈ ചെയ്തു നോക്കി എനിക്കൊരു ഫലം ഉണ്ടായിട്ടുമാണ് ഞാനിത് പറയുന്നത്. എനിക്കും പറയാതെ ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരാളാണ്. ഞാനീ പലയിടത്തുനിന്നൊക്കെ ഇത് കണ്ടും പല ആൾക്കാരും പല ആചാര്യന്മാരും ഒക്കെ ചെയ്തതിൻ്റെ ഒരു അറിവുകളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നതും എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നൊരു കാര്യത്തെ വെച്ചാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ എനിക്കിതേപ്പറ്റി അറിയില്ല. പക്ഷെ ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്കത് ഫലമായിട്ട് ഞാനത് പലർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവർക്കെല്ലാം ഫലമായിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് വീണ്ടും നിങ്ങളും ചെയ്യാൻ, നിങ്ങൾക്ക് ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും, ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പോൾ എൻ്റെ എളിയ ഈ വീഡിയോ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പുതിയ ചാനൽ, ഈ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞത് AVJ ചാനൽ. ഇപ്പം എൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളിതെല്ലാം വീണ്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി നിങ്ങളെനിക്ക് വീണ്ടും വീണ്ടും പ്രോത്സാഹനം കാണും. നല്ല നല്ല വീഡിയോകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോകൾ, എൻ്റെ അറിവിനനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതിന് സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.